ഹേ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐഫോൺ ഈ ഇടയ്ക്ക് 4 പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 12 മിനി, 12, 12 പ്രോ മാക്സ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 12-ൻ്റെ ക്യാമറ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അതായത് എൻ്റെ ഒരു 11 ഇരിപ്പുണ്ട്, ഇവരുടെ നേരത്തെ അപ്ഡേഷനാണ്. അപ്പോൾ അതും 12ഉം എങ്ങനെയായിരിക്കും, ക്യാമറയുടെ മാത്രമാണ്, വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. നമുക്ക് വേണ്ടത് ഫോട്ടോ വീഡിയോ ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്യാമറയുടെ സെറ്റിങ്സും ഫംഗ്ഷനും എല്ലാം എങ്ങനെ ഉണ്ട് എന്നാണ് എന്നൊരു ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തേക്കുക. സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐഫോൺ 11ഉം 12ഉം ഇത് രണ്ടും തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 11 ഇരിപ്പുണ്ട്, എനിക്കറിയാമായിരിക്കും, ഞാൻ യൂസ് ചെയ്യുന്ന 11ആണ്. അപ്പോൾ 12ന് വേണ്ടി നമുക്ക് സാധനം തപ്പി കിടക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ സാധനം എടുത്തിട്ടുണ്ട്. ഇതാണ് ആൾ. ഇപ്പോൾ ഇവൻ ഈ ഇടയ്ക്കാണ് 12 എടുത്തത്, രണ്ടാഴ്ച എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. നമ്മുടെ ക്യാമറ ടെസ്റ്റും വീഡിയോ ടെസ്റ്റും എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിടാം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് 11 യെല്ലോ കളറ്, ഇത് 12 ആണല്ലോ, ഇത് 12 വൈറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ഞാനിപ്പം ക്യാമറ മോഡ് എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടിലും ഞാൻ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ക്യാമറയുടെ ഡീറ്റെയിൽസാണ് കാണിച്ചു തരാൻ പോകുന്നത്. എങ്ങനെയാണ്, വല്ല വ്യത്യാസം വല്ലതും ഉണ്ടോ എന്നൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനപ്പോൾ ആദ്യമായിട്ട് ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ കമ്പാരിസനും കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിനകത്ത് രണ്ടിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ബാക്ക് ക്യാമറ വരുന്നത് 12 ആണ്, ബാക്കും ഫ്രണ്ടും 12 ആണ്. അപ്പോൾ 11ൻ്റെയും സെയിം തന്നെയാണ്, 12ൻ്റെയും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് വീഡിയോൻ്റെ കാര്യത്തിലാകുമ്പോഴത്തേക്ക് 4K തന്നെ വരുന്നുണ്ട്, 4K 60 ഫ്രെയിമിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 11ലും വരുന്നുണ്ട്, 12ലും വരുന്നുണ്ട്. പിന്നെ വ്യത്യാസം എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ എടുക്കാൻ നേരത്ത് ഇപ്പം പുതിയൊരു അപ്ഡേഷനിൽ വന്നതാണ് HDR വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം. നമ്മൾ സാധാരണ HDR ഫോട്ടോ എന്നേ കേട്ടിട്ടുള്ളൂ, ഇത് HDR വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല, എന്നാലും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാനിപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ എനിക്ക് വലുതായിട്ട് തോന്നിയൊന്നുമില്ല. പിന്നെ തോന്നിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇച്ചിരി കൂടെ ഷാർപ്പായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതായത് 12ൽ ഇച്ചിരി ഷാർപ്പായിട്ട് കാണുന്നുണ്ട്. എനിക്ക് ഡിസ്പ്ലേയുടെ ആണെന്ന് എനിക്കറിയില്ല. ഞാനിതിന് എൻ്റെ ഫോണിലോട്ടാക്കിയിട്ട് സ്ക്രീനിൽ നോക്കാൻ നേരത്തെ സെയിം തന്നെ ആവുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഇതിൽ ഇച്ചിരി ചെറിയൊരു മങ്ങലല്ല, എന്തോ ഇച്ചിരി കൂടെ ഷാർപ്നെസ് കുറവ് പോലെ, മനസ്സിലായി. മറ്റേതിലാകുമ്പോഴത്തേക്ക് ഇച്ചിരി ഷാർപ്നെസ് കൂടുതലായിട്ട് തോന്നും. പിന്നെ സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. സെയിം ഔട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഇപ്പോൾ 12 ആണ്, 12 പ്രോ മാക്സ് ഒന്നും അല്ല, നോർമൽ ഒരു വൈഡ്. അതായത് 11ലുള്ള സെയിം വൈഡ് ക്യാമറ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഫോട്ടോൻ്റെത് ഇതാണ്. പിന്നെ നമുക്ക് നേരത്തെ പഴയതുപോലെ തന്നെ, അതായത് 11ലെ പോലെ തന്നെ കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ മുകളിൽ തന്നെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അതിന് വലിയ മാറ്റമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നൈറ്റ് മോഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും എനിക്കും തോന്നിയൊന്നുമില്ല. സെയിം ഔട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ഇച്ചിരി കൂടുതലോ കുറവോ അങ്ങനെയായിട്ട് ഒന്നും തോന്നുന്നില്ല, സെയിം തന്നെ. ഓക്കെ, അപ്പം ക്യാമറയുടെ ഫംഗ്ഷൻ ഇതൊക്കെയാണ്, അതായത് മീൻസ് ഫോട്ടോൻ്റെ ഫംഗ്ഷൻ ഇതൊക്കെയാണ്. ഇനി നമ്മൾ വീഡിയോൻ്റെ ഫംഗ്ഷൻ നോക്കാൻ പോകണം. എങ്ങനെയാണ് ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ. നേരത്തെ പറഞ്ഞ HDR അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ഗൈസ് വീഡിയോൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്. വീഡിയോയുടെ അതേ ഇതാണ്. ഇതിലും എനിക്ക് വലുതായിട്ടും തോന്നിയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോണിൽ കാണാൻ നേരത്തെ, അതായത് 12-ലും കാണുന്ന നേരത്ത് ചെറിയൊരു ഷാർപ്നെസ് കൂടുതലാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ HDR അതുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇച്ചിരി കൂടെ ഷാർപ്പായിട്ട് നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നത്. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഷെയ്ക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഞാനിപ്പോൾ പയ്യൊരു സ്ലോ പോലെ ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ക്ക് ഉണ്ടാവും, നമുക്ക് നോക്കണം. ഷെയ്ക്ക് മീൻസ് വാക്ക് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ റൺ ചെയ്യാൻ നേരത്തൊക്കെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഗൈസ് ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു HDRൻ്റെ ആ ഒരു ഇതിൽ ഇച്ചിരി ഷാർപ്നെസ് കൂടുതലായിട്ട് കാണിക്കുന്നതാണല്ലോ. അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിമാണ്. ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സാധാരണ ഒരു നോർമൽ സ്പീഡിൽ നടന്നു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഓടി നോക്കാം. ഓടുമ്പോഴത്തേക്ക് എത്ര ഷെയ്ക്ക് വരുന്നുണ്ട് അതൊന്നും കൂടെ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഓടുന്നതന്നെ കാണിച്ചു തരാം. ഗൈസ് അങ്ങനെ ഓടി രണ്ടിനും നോക്കി, ഒരു മാറ്റവും ഇല്ല, സെയിം തന്നെയൊക്കെയാണ് വരുന്നേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ക്യാമറയുടെ ഇതിൽ ഞാൻ മെയിനായിട്ട് വന്ന പ്രശ്നം എന്ന് പറയുന്നത് HDR ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലോ മോഷനും കൂടെ നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടെ. ഗൈസ് ഞാനിതിനകത്ത് സ്ലോമോ കൂടെ നോക്കിയിട്ടും ഒരു മാറ്റവും ഇല്ല, സെയിം തന്നെ. ഇച്ചിരി ഡീറ്റെയിൽസ് കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ HDR ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ആ ഒരു ഡീറ്റെയിൽ കിട്ടുന്നത്. നമുക്ക് HDRൻ്റെ ആ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ അത് ഒരു ചെറിയൊരു അടുത്ത് ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് മീൻസ് ക്ലോസ് സബ്ജക്റ്റ് ഒന്ന് എടുത്ത് നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഞാനിപ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. രണ്ടിൻ്റെയും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഇച്ചിരി ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ എന്തോ കൂടിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ആ സാധനത്തിന് തന്നെയാണ്, HDRൻ്റെ തന്നെയാണ് അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. പക്ഷേ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എൻ്റെ 11-നെക്കാളും കൂടെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മീൻസ് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. എന്തോ വീഡിയോ എടുക്കാൻ നേരത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. വേറെ ഒന്നും എനിക്ക് ഡീമെറിറ്റ്സ് ആയിട്ട് വേറെ ഒന്നും തോന്നിയൊന്നുമില്ല. ബാക്കി എല്ലാം സെയിം തന്നെ. ഈ ഒരു HDR മാത്രമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്, വേറെ ഒന്നും വന്നിട്ടില്ല. ഈ പറഞ്ഞത് ഞാൻ മൊത്തം ക്യാമറയാണ് കേട്ടോ. മീൻസ് iPhone 2 ക്യാമറേൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ഡിഫറൻസ് എന്ന് പറയാൻ വേണ്ടി ഇത് പിന്നെ 5G ആണ്. പിന്നെ ഇതിൻ്റെ ഷീൽഡും കാര്യങ്ങളൊക്കെ മീൻസ് ഈ ഏരിയയൊക്കെയാണ്. ഇതിപ്പോൾ 11 ആണ്. പിന്നെ ഇതിൻ്റെ എഡ്ജ് ഏരിയാസ് ഉണ്ടോ, ഈ എഡ്ജ് ഏരിയാസൊക്കെ ഇച്ചിരി നല്ല നമ്മുടെ 6Sൻ്റെ മോഡലൊക്കെ വന്നു. 5S ഇല്ലേ, അതിൻ്റെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഒരു റൗണ്ട് കർവ്, നല്ലൊരു റൗണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്, നല്ല ഒതുക്കവും കാര്യങ്ങളൊക്കെയാണ്. വെയിറ്റ് എൻ്റെ ഇച്ചിരി കൂടുതൽ, എത്രയോ ഗ്രാമം കണ്ട് ഇച്ചിരി കൂടുതലുണ്ട്. 12-ന് അത്രയും വെയിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ സംഭവം എന്തായാലും ക്ലാസ് സാധനം തന്നെയാണ്. സൂപ്പറായിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വീഡിയോ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്യാത്തതും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്തൊരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ.